കഴിഞ്ഞ വീഡിയോയിൽ മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ സംസാര വിഷയം. അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനും വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സൊന്നും അല്ല മൊബൈൽ ഫോൺ ടെക്നോളജി. ഇതിന് അത്യാവശ്യം പേഷ്യൻസ് വേണം, അതുപോലെ റെസിലിയൻസ് വേണം, ഡിറ്റർമിനേഷൻ വേണം, അതോടൊപ്പം തന്നെ ലോജിക്കൽ തിങ്കിങ് പാറ്റേണും വേണം. അപ്പോൾ എന്താണ് പേഷ്യൻസ്? അതായത് ഒരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങൾ, അതിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ പറയുന്നത് മൈന്യൂട്ടായിട്ടുള്ളതാണ്. കുറേ സമയം ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ശരിയാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്രയും പേഷ്യൻസ് ഉള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ മൊബൈൽ ഫോൺ ടെക്നോളജി. അതോടൊപ്പം തന്നെ റെസിലിയൻസ് വേണം. ഇതെന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഞാനിത് ശരിയാക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവർക്കും ഇത് പറ്റുന്നതാണ്. കാരണം അതൊരു പാഷനായിട്ട് കൊണ്ടുപോകണം. ഒരു ഫോൺ നമ്മളെ കയ്യിൽ ഒരു കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എവിടെ നിന്നൊക്കെയാണ് അത് ശരിയാക്കാനുള്ള നോളജുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡീപ്പ് ലെവലിൽ ഇറങ്ങാനുള്ള ആ ഒരു റെസിലിയൻസ് നമുക്ക് വേണം. ഡിറ്റർമിനേഷനും വേണം. കാരണം ഈ ഡേ ടു ഡേ ഇപ്പോൾ ഞാനൊക്കെ ഏകദേശം ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 20 വർഷത്തിലധികമായി. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നുള്ള ഫോൺ ശരിക്ക് ഓരോ ഡേ ബൈ ഡേ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഫെസിലിറ്റീസും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഇതിനകത്ത് വേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ലോജിക്കൽ തിങ്കിങ്. ഒരു സംഭവം നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. ഒരു ഫോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് എന്താണ്, അതേപോലെ തന്നെ ചിലപ്പോൾ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ ചിലപ്പോൾ മാറാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ആളുടെ ഒരു ഫോണ് കസ്റ്റമർ ബിഹേവിയർ ഇതിനകത്ത് ഘടകമാണ്. ഇപ്പോൾ ഒരു മീൻ മാർക്കറ്റിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഇൻ കേസ് ഒരു ഉപ്പുവെള്ളം അതിനകത്ത് കയറാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിൽ പെട്ട സംഭവങ്ങളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനനുസരിച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക. കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്തും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. കാരണം ഒരു വോൾട്ടേജ് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് തന്നെ ആയിരിക്കും അല്ലേ വേറൊരു ഫോണിലുള്ള വോൾട്ടേജ്, അത് കുറച്ച് ഡീപ്പ് ടെക്നിക്കൽ ലെവലിൽ പറയാനുള്ള ഒരു വീഡിയോ കണ്ടന്റ് ആയതുകൊണ്ട് അത് പിന്നീട് അതിനെ കുറിച്ചിട്ട് പറയാം. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്തും കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ ശോഭിക്കാൻ കഴിയും. അപ്പോൾ ഈ നാല് കാര്യങ്ങളും ഒന്നുകൂടി പറയാം. ഒന്ന് പേഷ്യൻസ് വേണം, അതോടൊപ്പം തന്നെ റെസിലിയൻസ് വേണം, ഡിറ്റർമിനേഷൻ വേണം, ലോജിക്കൽ തിങ്കിങ് പാറ്റേണും വേണം. ഇത്തരത്തിലുള്ളവർക്ക് ഏറ്റവും ഷൈൻ ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ സമയത്ത് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.